Hey everybody, welcome back to the classes. Thanks a lot for joining. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഫോർ ട്രാവലിംഗ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് പാർട്ട് 1 ആണ്. ഇത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം പാർട്ട് 1 നമ്മൾ യാത്രയുമായി ബന്ധപ്പെട്ട കുറച്ച് വേർഡ്സും ഫ്രേസസും ഒക്കെയാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. നമുക്കിപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക എഴുതുകയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ വേർഡ്സ് ആവശ്യം വരില്ലേ. സോ യാത്രയുമായി ബന്ധപ്പെട്ട കുറച്ച് വേർഡ്സും ഫ്രേസസുമാണ് നമ്മൾ പാർട്ട് 1 നോക്കുന്നത്. പാർട്ട് 2 നമ്മൾ പഠിക്കുന്നത് എന്തായിരിക്കും? യാത്രയിൽ ആവശ്യമുള്ള ഇംഗ്ലീഷ്, കോൺവെർസേഷണൽ ഇംഗ്ലീഷ്. ലൈക്ക് ഇപ്പം നമ്മൾ ബാംഗ്ലൂർക്കുള്ള അടുത്ത ബസ് എപ്പോഴാണ് എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ ഒരു പ്ലേസിൻ്റെ നെയിം ഉണ്ട്, നമുക്ക് ഇവിടേക്ക് എങ്ങനെയാണ് പോവുക എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ടാക്സി കിട്ടുമോ എന്ന് ചോദിക്കണം. ഇങ്ങനെ നമ്മൾ യാത്രയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ചിലപ്പോൾ എയർപോർട്ട്സിലായിരിക്കാം, ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലായിരിക്കാം, ചിലപ്പോൾ ഒരു ടൗണിൽ, നമുക്ക് അറിയാത്തൊരു ടൗണിൽ കാര്യങ്ങൾ കണ്ടെത്തുന്ന കാര്യത്തിലായിരിക്കാം. ഇങ്ങനെ പല രീതിയിലും നമുക്ക് ഇംഗ്ലീഷ് ആവശ്യം വരും. സോ അത്തരം കാര്യങ്ങൾ, കോൺവെർസേഷണൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 നോക്കും. പാർട്ട് 1 നമ്മൾ നോക്കുന്നത് യാത്രയുമായി ബന്ധപ്പെട്ട ചില വേർഡ്സ് ആൻഡ് ഫ്രേസസ് ആണ്. സോ എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ഇത് വെറും ഒരു യൂട്യൂബ് വീഡിയോ അല്ല, ഇതൊരു ക്ലാസ് ആണ്, ഒരു കോഴ്സാണ്. സോ അതുകൊണ്ട് ആദ്യമായിട്ട് വരുന്ന ആളുകൾ ഈ ഐ ബട്ടണിൽ പോയിട്ട് ഡേ 1 മുതലുള്ള ക്ലാസ്സുകൾ കാണുക. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്, ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾക്കൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ. ലെറ്റ്സ് ലേൺ ടുഗെദർ, ലെറ്റ്സ് ആൻഡ് ഗ്രോ ടുഗെദർ എന്നുള്ളതാണ് നമ്മുടെ ആക്ച്വൽ മോട്ടോ ഓഫ് ദിസ് വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വേർഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഹിറ്റ് ദ റോഡ് എന്ന് പറയുന്ന വേർഡാണ്. അതൊരു ഫ്രേസ് ആണ് ആക്ച്വലി. ഹിറ്റ് ദ റോഡ്. എന്താ ഹിറ്റ് ദ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അല്ലെങ്കിൽ സെറ്റ് ഓഫ് എന്നും പറയും, സെറ്റ് ഓഫ്. സോ ഹിറ്റ് ദ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാത്ര തുടങ്ങി, അല്ലെങ്കിൽ യാത്ര തുടങ്ങുക എന്ന മീനിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ് ഹിറ്റ് ദ റോഡ്. സോ വി ഹിറ്റ് ദ റോഡ് അറ്റ് 9 o'clock എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 9 മണിക്ക് യാത്ര തുടങ്ങിയതാണ്. അല്ലെങ്കിൽ വി ഹിറ്റ് ദ റോഡ് ഏർലി ടു അവോയ്ഡ് ട്രാഫിക്. നമ്മൾ ട്രാഫിക് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ നേരത്തെ തന്നെ യാത്ര തുടങ്ങി എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് ആണ് എന്ത്? ഹിറ്റ് ദ റോഡ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ വേണമെങ്കിൽ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ് വരുമ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ മറ്റൊരു വേർഡ് നമുക്ക് നോക്കാം. ഇപ്പോൾ അട്രാക്ഷൻസ് എന്ന് പറയാറുണ്ട്. അട്രാക്ഷൻസ് എന്താ? അട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ, അട്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മളെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ ഭംഗിയുള്ള, നമ്മൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസസിനൊക്കെയാണ് എന്തെന്ന് പറയുക? അട്രാക്ഷൻസ് എന്ന് പറയാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, സൂ ഈസ് ദ മെയിൻ അട്രാക്ഷൻ ഓഫ് ദ സിറ്റി. സൂ ആണ് ആ സിറ്റിയിലുള്ള മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ മെയിനായിട്ട് ആളുകൾ കാണാൻ പോകുന്ന സ്ഥലം എന്നർത്ഥം. ഇനി അതല്ലെങ്കിൽ ബീച്ചസ് ആർ ദ മെയിൻ അട്രാക്ഷൻസ് ഓഫ് ഗോവ, അല്ലേ? ഗോവയുടെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ബീച്ചസ്. ഇതൊക്കെ നമ്മൾ സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ശരിയായ മീനിങ്, നമ്മൾ വേർഡ്സ് എപ്പോഴും സെൻറ്റൻസിൽ യൂസ് ചെയ്ത് പഠിക്കണം എന്നാണ് പറയുക. കാരണം നമ്മൾ അതിൻ്റെ മലയാളം മീനിങ് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മറ്റൊരു ലാംഗ്വേജിലെ വേർഡിനെ നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ യൂസേജ് കിട്ടിക്കൊള്ളണമെന്നില്ല. സോ അതിനാണ് നമ്മൾ എക്സാമ്പിൾ സെൻറ്റൻസ് കൊടുക്കുന്നത്. അതുകൂടി വായിച്ച് നോക്കുക. ഓക്കെ, മറ്റൊരു ട്രാവൽ റിലേറ്റഡ് വേർഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സീനിക് എന്ന് പറയാറുണ്ട്. സീനിക് എന്താ? സീനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആകർഷകമായ, നല്ല പ്രകൃതി രമണീയമായ, അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള എന്നൊക്കെയുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് എന്ത്? സീനിക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, മൂന്നാർ ഈസ് എ സീനിക് പ്ലേസ്. മൂന്നാർ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. സോ അവിടെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ആ വേർഡ് യൂസ് ചെയ്യാം, സീനിക് എന്ന് പറയുന്ന വേർഡ്. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയില്ല, നീ ആ റൂട്ടിന് പോകണ്ട, ഈ വേറെ വാൽപ്പാറ വഴിക്ക് പോയിക്കുക, അങ്ങനെ പോകുമ്പോൾ നല്ല ഇറ്റ്സ് എ സീനിക് റൂട്ട്. അത് നല്ല ഒരു സീനിക് റൂട്ടാണ്. എന്താ അപ്പോൾ ഉദ്ദേശിക്കുന്നത്? ആ യാത്ര ചെയ്യാൻ നല്ല മനോഹരമായ, നല്ല കാഴ്ചകളൊക്കെയുള്ള റൂട്ട്. അപ്പോൾ ഈ സീനിക് എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം അതാണ്, നല്ല കാഴ്ചകളുള്ള, നല്ല മനോഹരമായ പിന്നെ സ്ഥലം അല്ലെങ്കിൽ റൂട്ടിനൊക്കെ പറ്റി പറയുമ്പോൾ നമുക്ക് ഏത് യൂസ് ചെയ്യാം? സീനിക് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാം. ഇതൊക്കെ യാത്രകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയോ എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ചില വേർഡ്സിൻ്റെ ഒരു കളക്ഷൻ, അത്രയേ ഉള്ളൂ. കുറച്ച് വേർഡ്സ് അറിഞ്ഞാലല്ലേ നമുക്ക് പിന്നെ ഫർദർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം സൈറ്റ് സീയിങ് എന്ന് പറയാറുണ്ട്. സൈറ്റ് സീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ആ ഒരു ഏരിയയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനാണ് സൈറ്റ് സീയിങ്ങിന് പോവുക എന്ന് പറയുക, അല്ലേ? വി വെൻ ഫോർ സൈറ്റ് സീയിങ് ഇൻ ദ ഈവനിങ്. ഞങ്ങൾ
വൈകുന്നേരം എന്തിനു പോയി? സൈറ്റ് സീയിങ്ങിന് പോയി. അല്ലെങ്കിൽ സൈറ്റ് സീയിങ് ഈസ് എ ഫൺ ഇൻ എ ന്യൂ സിറ്റി. നമ്മളൊരു പുതിയ സിറ്റിയിൽ ചെന്നാൽ സൈറ്റ് സീയിങ് ഒരു ഫണ്ണാണ്, ഒരു രസമുള്ള ഒരു സംഭവമാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു വേർഡാണ് എന്ത്? സൈറ്റ് സീ. മറ്റൊരു വേർഡാണ് ഗെറ്റ് അറൗണ്ട്. ഗെറ്റ് അറൗണ്ട്. ഗെറ്റ് അറൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലം ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണുന്നതിനാണ് എന്തെന്ന് പറയാം? ഗെറ്റ് അറൗണ്ട് എന്ന് പറയാം. അതൊരു ഫ്രേസൽ വേർബാണ് ഗെറ്റ് അറൗണ്ട് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കറങ്ങുക എന്നൊക്കെ പറയില്ലേ, ഞങ്ങൾ അവിടെ എത്തിന്നിട്ട് കുറച്ച് സമയം അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി എന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ ഉപയോഗിക്കുന്ന വേർഡാണ് ഗെറ്റ് അറൗണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് ഈസി ടു ഗെറ്റ് അറൗണ്ട് ബൈ ബസ്. ബസ്സിന് കറങ്ങുന്നതാണ് എളുപ്പം. ഇപ്പോൾ ചിലപ്പോൾ സിറ്റിയിലൊക്കെ ആകുമ്പോൾ ഭയങ്കര ട്രാഫിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വണ്ടിയിലൊക്കെ ഇരുന്ന് മുഷിയും അല്ലേ. അപ്പം അവിടെ ബസ്സിൽ കറങ്ങുന്നതാണ് എളുപ്പം. ഇറ്റ് ഈസ് ഈസി ടു ഗെറ്റ് അറൗണ്ട് ബൈ ബസ്. അല്ലെങ്കിൽ വി റെൻറ്റഡ് എ ബൈക്ക് ടു ഗെറ്റ് അറൗണ്ട്. ഞങ്ങൾ അവിടെ കറങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു ബൈക്ക് റെൻറ്റിനെടുത്തു എന്നൊക്കെ പറയുന്ന രീതിയിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് എന്ത്? ഗെറ്റ് അറൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന വേർഡാണ് അല്ലേ. പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ പൊതുഗതാഗത സൗകര്യങ്ങൾ. ഇപ്പം ബസ്സസ് അല്ലെങ്കിൽ ട്രെയിൻസ് അല്ലെങ്കിൽ ട്രാം അല്ലെങ്കിൽ ഫ്ലൈറ്റ്സ്, ഇതൊക്കെ എന്താണ്? പൊതു ഗതാഗത സൗകര്യങ്ങളാണ്, പബ്ലിക് ട്രാൻസ്പോർട്ട്സ് ആണ്. സോ നമ്മളിപ്പോൾ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണോ, ഇപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് ചെന്നാൽ അവിടെ ബസ് സർവീസൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ നമുക്ക് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട്സ് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ മറ്റൊരു വേർഡാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി താമസിക്കുമ്പം, ഇപ്പോൾ ഹോട്ടലിലൊക്കെ നമ്മൾ റൂം എടുക്കും അല്ലേ. സോ അവിടെ നമ്മൾ സാധാരണ കേൾക്കുന്ന രണ്ട് ഫ്രേസസ് ആണ് എന്ത്? ഒന്ന് ചെക്ക് ഇൻ, പിന്നെ ചെക്ക് ഔട്ട്. ഇത് രണ്ടും. സോ ഈ ചെക്ക് ഇൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എയർപോർട്ട്സിലേക്ക് ചെക്ക് ഇൻ ചെയ്യുക എന്നാണ് പറയുക. വി ചെക്ക്ഡ് ഇൻ ടു എയർപോർട്ട്, അല്ലെങ്കിൽ വി ചെക്ക്ഡ് ഇൻ ടു ഹോട്ടൽ, അല്ലെങ്കിൽ വി ചെക്ക്ഡ് ഔട്ട് ഓഫ് ദി ഹോട്ടൽ, ഓർ വി ചെക്ക്ഡ് ഔട്ട് ഓഫ് ദി എയർപോർട്ട്സ് എന്നൊക്കെയാണ് പറയുക. സോ ഈ ചെക്ക് ഇൻ ചെയ്യുക, ചെക്ക് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചെക്ക് ഇൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹോട്ടലിലേക്ക് താമസിക്കാൻ റൂം എടുക്കുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് അവിടെ താമസിക്കാൻ കയറുന്നതിനെയാണ് എന്തെന്ന് പറയുക? ചെക്ക് ഇൻ എന്ന് പറയുക. പിന്നെ നമ്മൾ താമസം മതിയാക്കി അവിടുന്ന് പോരുന്നതിനാണ് എന്തെന്ന് പറയുക? ചെക്ക് ഔട്ട് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ ഈ ഹോട്ടൽസിനൊക്കെ പ്രത്യേക ചെക്ക് ഇൻ ടൈമും ചെക്ക് ഔട്ട് ടൈമും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ചെക്ക് ഇൻ ടൈം കൂടുതലും ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവും. അപ്പോൾ 1 o'clock അല്ലെങ്കിൽ 2 o'clock ചെക്ക് ഇൻ ടൈം ഉണ്ടായിരിക്കുക. ചെക്ക് ഔട്ട് ടൈം കൂടുതലും രാവിലെ ഒരു 10 മണി 11 മണി അങ്ങനെയൊക്കെ ആയിരിക്കും. സോ ആ കാര്യങ്ങൾ നമ്മൾ ഹോട്ടലിൽ റൂം എടുക്കുമ്പോൾ ശ്രദ്ധിക്കും വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം 7 മണിക്കോ 8 മണിക്കാണ് റൂം എടുത്തതെന്ന് വിചാരിക്കുക. സോ പിറ്റേ ദിവസം 8 മണി വരെ അല്ലെ ഒരു ദിവസം എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയല്ല, ഹോട്ടൽസിന് ഒരു സ്റ്റാൻഡേർഡ് ചെക്ക് ഔട്ട് ടൈം ഉണ്ടായിരിക്കും. അത് മിക്കവാറും രാവിലെ 10 മണിയോ 11 മണിയൊക്കെ ആയിരിക്കും. സോ ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ഔട്ട് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ സമയം കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ സ്റ്റേ ആയിട്ടാണ് കണക്കൂട്ടുക. 2 ദിവസത്തെ റെൻറ്റ് കൊടുക്കേണ്ടി വരും. അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. സോ ചെക്ക് ഇൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വി ചെക്ക്ഡ് ഇൻ അറ്റ് 7 o'clock, അല്ലെങ്കിൽ വി ചെക്ക്ഡ് ഔട്ട് അറ്റ് 12 o'clock എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ചെക്ക് ഇൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ താമസിക്കാൻ തുടങ്ങുക, അല്ലെങ്കിൽ നമ്മൾ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് കയറുന്നതിനും. ചെക്ക് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് പോരുന്നതിനുമാണ്. ഓക്കെ. മറ്റൊന്നാണ് ഹാങ് ഔട്ട്. ഹാങ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം വെറുതെ ഇങ്ങനെ നമ്മൾ കാഷ്വലായിട്ട് സമയം ചിലവഴിക്കുന്നതിനാണ് ഹാങ് ഔട്ട് എന്ന് പറയാം. ഹാങ് ഔട്ട് വേർബായിട്ട് നൗണായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഹാങ് സ്പേസ് ഔട്ടാണെന്നുണ്ടെങ്കിൽ അതൊരു വേർബാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ വെറുതെ സമയം ചിലവഴിക്കുക, കൂടിയിരുന്ന വർത്താനൊക്കെ പറഞ്ഞ് സമയം ചിലവഴിക്കുന്ന ആ ഒരു പ്രവർത്തനത്തിനെയാണ് ഹാങ് ഔട്ട് എന്ന് പറയാം, വേർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഹാങ്ങും ഔട്ടിൻ്റെ ഇടയിൽ സ്പേസ് ഇല്ലാതെ എഴുതുമ്പോൾ അതൊരു നൗണാണ്. അതായത് നമുക്ക് വെറുതെ കൂടിയിരുന്ന സമയം ചിലവഴിക്കാവുന്ന ഒരു സ്ഥലത്തെയാണ് ഹാങ് ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ പറയാണ്, വി യൂഷ്വലി ഹാങ് ഔട്ട് അറ്റ് ദ കഫേ ഇൻ ദ ഈവനിങ്. വി യൂഷ്വലി ഹാങ് ഔട്ട് അറ്റ് ദ കഫേ ഇൻ ദ ഈവനിങ്. ഞങ്ങൾ വൈകുന്നേരം ആ കഫേയിൽ വെറുതെ സമയം ചിലവഴിക്കും. അപ്പോൾ അവിടെ മനസ്സിലായല്ലോ ഹാങ് ഔട്ട് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലൊക്കെ റൂം എടുത്താൽ നമ്മൾ അതിൻ്റെ ലോബിയിലൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ കോഫിയൊക്കെ കുടിച്ച് വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാഗസിനൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കിയിരിക്കില്ലേ. ഈ ഇങ്ങനെ വെറുതെ മറിച്ച് നോക്കുന്നതിന് എന്താ പറയുക? ഫ്ലിപ്പ് ത്രൂ എന്നാണ് പറയുക. ഫ്ലിപ്പ് ത്രൂ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്തെങ്കിലും മാഗസിനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മറിച്ച് അതിൻ്റെ ഓരോ പേജുകളിലൂടെ ഇങ്ങനെ നോക്കി പോകുന്നതിനാണ് ഫ്ലിപ്പ് ത്രൂ. സോ ഐ എം ജസ്റ്റ് ഫ്ലിപ്പിംഗ് ത്രൂ എ മാഗസിൻ. അല്ലെങ്കിൽ
ഐ ആം ജസ്റ്റ് ഫ്ലിപ്പിംഗ് ത്രൂ എ ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചാൽ ഞാനൊരു പുസ്തകം മറിച്ച് നോക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മാഗസിൻ മറിച്ച് നോക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ഒരു വേർഡാണ് എന്ത്, ഫ്ലിപ്പ് ത്രൂ എന്ന് പറയുന്നത്. വേറെ ഒരു ട്രാവൽ റിലേറ്റഡ് വേർഡാണ് എക്സ്പ്ലോർ എന്ന് പറയുന്ന വാക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെയൊക്കെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനാണ് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുക. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തെ കൂടി വെറുതെ ഇങ്ങനെ പോവുകയല്ല, നമ്മളവിടെ എക്സ്പ്ലോർ ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് എന്താണ്, നമ്മൾ അതിൻ്റെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ് എന്നൊക്കെയുള്ള ഒരു കുറച്ചുകൂടി ഒരു ഓതൻറ്റിക്കായിട്ട് ആ സ്ഥലത്തെ അടുത്തറിയാൻ ശ്രമിക്കുന്നതിനാണ് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയാം. ഇപ്പോൾ ഐ ലൈക്ക് ടു എക്സ്പ്ലോർ ഫോറസ്റ്റ്. എനിക്ക് ഫോറസ്റ്റുകൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റിൽ പോയി അവിടുത്തെ ഏതൊക്കെ മരങ്ങളും അവിടുത്തെ ചെടികളും അവിടുത്തെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കുന്നത് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഓൾവേസ് ലവ് ടു എക്സ്പ്ലോർ ദ സിറ്റി. ടൂറിസ്റ്റുകൾ എപ്പോഴും സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ അവർക്ക് താല്പര്യമാണ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു വേർഡാണ് എന്ത്, എക്സ്പ്ലോർ എന്ന് പറയുന്ന വേർഡ്. മറ്റൊന്ന് നോക്കാം, ഇപ്പോൾ ഈ ആർട്ടിഫാക്റ്റ് എന്ന് പറയാറുണ്ട്. ആർട്ടിഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കരകൗശല വസ്തുക്കൾ അല്ലെങ്കിൽ പുരാവസ്തുക്കൾ, നമ്മൾ കൈകൊണ്ടുണ്ടാക്കിയെടുത്ത പഴക്കമുള്ള സാധനങ്ങളെയാണ് എന്തെന്ന് പറയുക, ആർട്ടിഫാക്റ്റ് എന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദർ ഈസ് സോ മെനി ആർട്ടിഫാക്ട്സ് ഇൻ ദ മ്യൂസിയം. ആ മ്യൂസിയത്തിൽ ഒരുപാട് ആർട്ടിഫാക്ട്സ് ഉണ്ട്, ഒരുപാട് പുരാവസ്തുക്കളുണ്ട് എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നതാണ് ആർട്ടിഫാക്ട്. അല്ലെങ്കിൽ ഐ ലവ് ടു എക്സ്പ്ലോർ ആർട്ടിഫാക്ട്സ്. എനിക്ക് ആർട്ടിഫാക്ട്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ് എന്നൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വേർഡാണ് എന്ത്, ആർട്ടിഫാക്ട്. പിന്നെ മറ്റൊന്നാണ് സുവനിയേഴ്സ്. സുവനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സുവനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു യാത്ര പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടി, അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വാങ്ങി വരില്ലേ? സോ ആ സാധനങ്ങൾക്കാണ് എന്തെന്ന് പറയാം, സുവനിയേഴ്സ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസസിലൊക്കെ പോയാൽ ഈ സുവനിയർ ഷോപ്സ് ഉണ്ടാവും അല്ലേ? സോ അവിടെ ആ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട ആർട്ട്, കൾച്ചർ അല്ലെങ്കിൽ അവിടുത്തെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ കിട്ടും. നമ്മളത് ഇപ്പം നമ്മൾ മൈസൂർ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ചന്ദനം കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും ഒരു സാധനം, കാരണം മൈസൂർ ഈസ് ഫേമസ് ഫോർ സാൻഡൽസ് അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ചില ആളുകൾ ദുബായിൽ പോയി വരുമ്പം ബുർജ് ഖലീഫിൻ്റെ മോഡൽ കൊണ്ടുവരും. സോ നമുക്ക് ആ സാധനം കാണുമ്പോൾ നമ്മളവിടെ അന്ന് യാത്ര പോയത് ഓർമ്മ വരും. അങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അത്തരം സാധനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സുവനിയേഴ്സ് എന്ന് വിളിക്കുക. പിന്നെ മറ്റൊരു വേർഡാണ് സ്ട്രോൾ. സ്ട്രോൾ എന്ന് പറയുന്ന വേർഡ് എന്തിനു യൂസ് ചെയ്യുന്നതാണ്? സ്ട്രോൾ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിങ്ങനെ മെല്ലെ ഇങ്ങനെ നടക്കുക. നമ്മൾ സ്പീഡിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ച് നടക്കുന്നതല്ല, വെറുതെ ഇങ്ങനെ സ്ഥലങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ വളരെ സാവധാനം ഇങ്ങനെ ഉലാത്തുന്ന പോലെ നടക്കുന്നതിനാണ് സ്ട്രോൾ എന്ന് പറയുക. അപ്പോൾ നമ്മൾ സ്ട്രീറ്റ്സിലൂടെയൊക്കെ ഒരു പുതിയ സ്ഥലത്ത് ചെന്നു, അത്യാവശ്യം കറക്കൊക്കെ കഴിഞ്ഞു, നമ്മൾ പിന്നെ വെറുതെ പുറത്തേക്ക് നടക്കാൻ ഇറങ്ങില്ല, ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മെല്ലെ ഇങ്ങനെ നടക്കില്ല, അതിനാണ് എന്തെന്ന് പറയുക, സ്ട്രോൾ എന്ന് പറയുക. മറ്റൊരു വേർഡാണ് പീസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായ സമാധാനമുള്ള സ്ഥലം. ഇപ്പോൾ ചില സ്ഥലങ്ങളെ പറ്റി നമ്മൾ അങ്ങനെ പറയുമല്ലോ, നല്ല ശാന്തമായ സ്ഥലമാണ്, നമുക്ക് നല്ല ഒറ്റയ്ക്കിരിക്കാൻ പറ്റിയ അത്തരം സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പീസ്ഫുൾ പ്ലേസസ് എന്ന് പറയാം. ഓക്കെ, പീസ്ഫുള്ളൊക്കെ നമ്മൾ അതല്ലാതെയും യൂസ് ചെയ്യുന്ന, ട്രാവലുമായി ബന്ധപ്പെട്ടും അതല്ലാതെയൊക്കെ യൂസ് ചെയ്യുന്ന വേർഡാണ് പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ ശാന്തമായ. അതുപോലെ അതിൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് പോലെ വരുന്ന ഒരു വേർഡാണ് ബസ്ലിംഗ് സിറ്റീസ്. ബസ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ തിരക്ക് പിടിച്ച ശബ്ദമുഖരിതമായ ഒക്കെ സ്ഥലങ്ങളുണ്ടായിരിക്കില്ലേ, അതിനാണ് ബസ്ലിംഗ് എന്ന് പറയാം. ഇപ്പോൾ ഇന്ത്യൻ സിറ്റീസ് ആർ നോർമലി ബസ്ലിംഗ്. ഇന്ത്യൻ സിറ്റീസൊക്കെ ഭയങ്കര ബസ്ലിംഗ് ആണ്. ബസ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദമുഖരിതമായിരിക്കില്ലേ. നമ്മൾ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകളുടെ ശബ്ദവും കച്ചവടക്കാരുടെ ശബ്ദം, വാഹനങ്ങളുടെ ശബ്ദം, ഹോണടി, ഇതെല്ലാം കൂടിയായിട്ട് ആകെ ജഗപകയായിരിക്കും. സോ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കാണ് ബസ്ലിംഗ് പ്ലേസസ് അല്ലെങ്കിൽ ബസ്ലിംഗ് സിറ്റീസ് എന്ന് പറയാം. നേരത്തെ പറഞ്ഞ പീസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തമായ, സമാധാനമായ എന്നുള്ള അർത്ഥമാണ്. മറ്റൊരു വേർഡ് നോക്കാം, എന്താണ്? ബ്രത്ത് ടേക്കിംഗ്. എന്താ ബ്രത്ത് ടേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബ്രത്ത് ടേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസം പിടിച്ചു നിർത്തുന്ന എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയുള്ള, അത്രയും മനോഹരമായ എന്നൊക്കെയുള്ള ഒരു മീനിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ് ബ്രത്ത് ടേക്കിംഗ്. ദ വ്യൂ ഫ്രം ദ ഹോട്ടൽ വാസ് ബ്രത്ത് ടേക്കിംഗ്. ആ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, ഇറ്റ് വാസ് ബ്രത്ത് ടേക്കിംഗ്. അത് നമ്മുടെ ശ്വാസം പിടിച്ചു നിർത്തും എന്നൊക്കെ നമുക്ക് ഒരു ട്രാവലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാവുന്ന ഒരു വേർഡാണ് എന്ത്? ബ്രത്ത് ടേക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ വേറെ നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രാബ് എ ബൈറ്റ്. ഗ്രാബ്
എ ബൈറ്റ്. എന്താ ഗ്രാബ് എ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്രാബ് എ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താൽക്കാലികമായി എന്തെങ്കിലും പെട്ടെന്ന് കഴിയുമല്ലോ. ഇപ്പം നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്താനുണ്ട്. സോ പോകുന്ന വഴിക്ക് ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാനൊന്നും സമയമില്ല. സോ ലെറ്റ്സ് ഗ്രാബ് എ ബൈറ്റ് ഫ്രം ഹിയർ. നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കഴിക്കുക എന്ന് പറയില്ലേ, അതിനാണ് ഗ്രാബ് എ ബൈറ്റ് എന്ന്. യു ഗൈസ് ഗെറ്റ് റെഡി ഫാസ്റ്റ്, ലെറ്റ് മീ ഗ്രാബ് എ ബൈറ്റ്. നിങ്ങൾ പെട്ടെന്ന് റെഡിയാവ്, ഞാൻ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് എന്ത്? ഗ്രാബ് എ ബൈറ്റ്. ഇതും നമ്മൾ ട്രാവൽ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ട്രാവലിലൊക്കെ വളരെ യൂസ്ഫുൾ ആവും അല്ലേ. മറ്റൊരു വേർഡാണ് ഹൈലി റേറ്റഡ്. ഹൈലി റേറ്റഡ്. ഹൈലി റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ദിസ് ഹോട്ടൽ ഈസ് ഹൈലി റേറ്റഡ്, അല്ലെങ്കിൽ ദിസ് റിസോർട്ട് ഈസ് ഹൈലി റേറ്റഡ് വൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോസിറ്റീവ് റിവ്യൂസ് ഉള്ള, എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള ഒരു സ്ഥാപനമാണെന്ന രീതിയിലാണ് ഹൈലി റേറ്റഡ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് അറിയാവുന്ന, നമ്മൾ റെസ്റ്റോറൻറ്റ് എന്ന് പറയും, അത് റെസ്റ്റോറൻറ്റ് എന്നാണ് ശരിക്കും പറയേണ്ടത്. സോ റെസ്റ്റോറൻറ്റും ഹോട്ടലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമുള്ള സ്ഥലങ്ങളാണ്. ഹോട്ടൽ എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാനും താമസിക്കാനും ഒക്കെ സൗകര്യമുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ ഹോട്ടൽ എന്ന് പറയുന്നത്. സോ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കും. പിന്നെ റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടെയുള്ള ഭക്ഷണങ്ങളുടെ ഒരു ലിസ്റ്റ് തരും, അതിനെ നമ്മൾ മെനു എന്നാണ് പറയുക, മെനു. സോ അവിടെ യുവിൻ്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക, അത് യു എന്ന് തന്നെ പ്രൊനൗൺസ് ചെയ്യണം. നമ്മളത് ഉ എന്ന് പറയുന്നത് മെനു എന്നല്ല പറയുക, മെനു എന്നാണ് പറയുക. പിന്നെ അതുപോലെ മറ്റൊരു വേർഡാണ് എക്സ്ക്യൂസിറ്റ്. എക്സ്ക്യൂസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സ്ക്യൂസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുല്യമായ, അതുപോലത്തെ വേറെ ഒന്നും ഇല്ല എന്ന് പറയാവുന്ന രീതിയിലുള്ള. അപ്പോൾ അത് എന്തിനെക്കുറിച്ചും പറയാം നമുക്ക്. ദ ഫുഡ് വാസ് എക്സ്ക്വിസിറ്റ്, അല്ലെങ്കിൽ ദ സ്റ്റേ വാസ് എക്സ്ക്വിസിറ്റ് എന്നൊക്കെ പറയാം. സോ അപ്പോൾ എന്താണ്? അതുല്യ, അത്ഭുതകരമായ, അല്ലെങ്കിൽ നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടു എന്നർത്ഥം. അങ്ങനത്തെ ഒന്നും വേറെ കിട്ടിയിട്ടില്ല ഇതുവരെ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയുന്ന ഒരു വേർഡാണെന്ത്? എക്സ്ക്വിസിറ്റ് എന്ന് പറയുന്ന വേർഡ്. പിന്നെ നമ്മുടെ യാത്രയുമായി ബന്ധപ്പെട്ടപ്പം ഹിസ്റ്റോറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹിസ്റ്റോറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രപരമായ. സോ ഹിസ്റ്റോറിക് പ്ലേസസ് ഉണ്ടായിരിക്കും അല്ലേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ചില സിറ്റീസ് ഹിസ്റ്റോറിക് സിറ്റീസ് ആയിരിക്കും, ഹിസ്റ്ററിയിലൊക്കെ പറഞ്ഞിട്ടുള്ള സിറ്റികളായിരിക്കും. സോ അതാണ് ഹിസ്റ്റോറിക് എന്ന് പറയുന്ന വേർഡ്. അത് സിമ്പിളായിട്ട് നമ്മളൊക്കെ അറിയുന്ന വേർഡാണ്. പിന്നെ ഇപ്പം വേർത്ത് ഇറ്റ് എന്ന് പറയും. വേർത്ത് ഇറ്റ് എന്താ? വേർത്ത് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേർത്ത് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ പൈസ കൊടുത്തു, ആ പൈസക്കുള്ള മുതലുണ്ട് എന്ന് പറയില്ലേ, അല്ലെങ്കിൽ നമുക്ക് ആ പൈസ കൊടുത്താലും കുഴപ്പമില്ല, അതിനുള്ള ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ് എന്ത്? വേർത്ത് ഇറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വി വാക്ക്ഡ് 1 kilometer ടു ഗെറ്റ് ദാറ്റ് റെസ്റ്റോറൻറ്റ് ബട്ട് ഇറ്റ് വേർത്ത് ഇറ്റ്. ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റ് കിട്ടാൻ 1 kilometer നടന്നു, പക്ഷേ ഇറ്റ് വേർത്ത് ഇറ്റ്, അതിനുള്ള മുതലുണ്ട്, അതിനുള്ള ഗുണമുണ്ട് എന്ന് പറയില്ലേ. സോ അങ്ങനെ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് എന്ത്? വേർത്ത് ഇറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് നമ്മുടെ നോട്ട്സിൽ ഉണ്ടായിരിക്കും. മറ്റൊരു വേർഡാണ് പനോറാമിക് വ്യൂ. പനോറാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പനോറാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, നല്ല വിശാലമായ കാഴ്ചക്കാണ് പനോറാമിക് വ്യൂ എന്ന് പറയാം. എന്ന് വെച്ചാൽ ഇപ്പം ദ റിസോർട്ട് ഗിവ്സ് എ പനോറാമിക് വ്യൂ ഓഫ് ദ ഫോറസ്റ്റ്. ആ റിസോർട്ട് നമുക്ക് എന്ത് തരുന്നുണ്ട്? ആ ഫോറസ്റ്റിൻ്റെ ഒരു വിശാലമായ കാഴ്ച തരുന്നുണ്ട്. അല്ലെങ്കിൽ ദ ഹോട്ടൽ ഗീവ്സ് എ പനോറാമിക് വ്യൂ ഓഫ് ദ, ആ ഹോട്ടൽ നമുക്ക് ആ സിറ്റീൻ്റെ ഒരു പനോറാമിക് വ്യൂ തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല വിശാലമായ കാഴ്ച കിട്ടുമെന്ന് പറയില്ലേ. അവിടെ റൂം എടുത്ത് അവിടെ കയറി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആ സിറ്റിയൊക്കെ നന്നായിട്ട് കാണാം അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ എന്നൊക്കെ പറയില്ലേ. അതാണ് അങ്ങനെയുള്ള ആ കാഴ്ചക്കാണ് എന്ത് പറയുക? പനോറാമിക് വ്യൂ എന്ന് പറയാം. പിന്നെ ടേക്ക് എ ഡീറ്റൂർ. എന്താ ഡീറ്റൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടേക്ക് എ ഡീറ്റൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൂട്ട് മാറി സഞ്ചരിക്കുന്നതിനാണ് ടേക്ക് എ ഡീറ്റൂർ എന്ന് പറയുക. ഇറ്റ്സ് ഹെവി ട്രാഫിക് ദേർ. അപ്പോൾ അവിടെ ഭയങ്കര ട്രാഫിക്കാണ്, നമുക്കൊരു ലെറ്റ്സ് ടേക്ക് എ ഡീറ്റൂർ എന്ന് വെച്ചാൽ നമുക്ക് റൂട്ട് മാറ്റാം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ വി ടുക്ക് എ ഡീറ്റൂർ ടു അവോയ്ഡ് ദ ട്രാഫിക്. ഞങ്ങൾ ട്രാഫിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡീറ്റൂർ എടുത്തു എന്നൊക്കെ പറയാം. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ഡീറ്റൂർ. എന്ന് വെച്ചാൽ നമ്മൾ റൂട്ട് മാറ്റുക, വഴി മാറി പോവുക. മറ്റേ വേർഡ് നമുക്ക് പരിചയമുള്ള ഒരു വേർഡാണ് ആംബിയൻസ്. ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതകളാണ്, അവിടുത്തെ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാവം, അതിനെയാണ് നമ്മൾ ആംബിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ കാര്യത്തിനും ഓരോ അന്തരീക്ഷം കിട്ടണമല്ലോ. ഇപ്പം നമുക്ക് നല്ല നല്ല ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാൻ പറ്റിയ ആംബിയൻസ് ആണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്കിങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് എന്നർത്ഥം. സോ അതാണ് ഒരു സ്ഥലത്തിൻ്റെ ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ലുക്ക്, അതിൻ്റെ ഭാവം, അത് തരുന്ന ഒരു സന്തോഷം, അതൊക്കെ കൂടി ചേർന്നൊരു വേർഡാണെന്ത്? ആംബിയൻസ്. മറ്റൊരു വേർഡാണ് റോം എറൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുക, അലഞ്ഞ് നടക്കുക, ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയിട്ട് നമ്മളിങ്ങനെ
നടക്കില്ലേ, ഓരോ സ്ഥലമൊക്കെ നോക്കിയിട്ടും അവിടുത്തെ ബിൽഡിങ്സ് നോക്കിയിട്ടും അവിടുത്തെ അട്രാക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുന്നതിനാണ് റോം അറൗണ്ട്. വി റോംഡ് അറൗണ്ട് ഫോർ 30 minutes. ഞങ്ങളിപ്പോൾ ഒരു അരമണിക്കൂർ ഇവിടെ വെറുതെ ചുറ്റിത്തിരിഞ്ഞു എന്ന്. സോ അങ്ങനെ ആ ഒരു ചുറ്റിത്തിരിഞ്ഞു എന്ന രീതിയിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് എന്ത്, റോം അറൗണ്ട്. പിന്നെ ഇപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പീക്ക് സീസൺ എന്ന് പറയും. പീക്ക് സീസൺ എന്താ പീക്ക് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പീക്ക് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്ന സമയം. ഓരോ സ്ഥലത്തിനും പീക്ക് സീസൺ ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ മൂന്നാറിലെ പീക്ക് സീസൺ എന്ന് പറയുന്നത് തണുപ്പ് സമയത്താണ് അല്ലേ. അതുപോലെ ചില നല്ല തണുപ്പുള്ള സ്ഥലങ്ങളുടെ പീക്ക് സീസൺ വരുന്നത് മറ്റ് ചില കൺട്രിയിൽ സമ്മർ വരുമ്പോഴാണ്. കാരണം അവിടെ നല്ല ചൂടാകുമ്പോൾ ആളുകൾ തണുപ്പുള്ള ഭാഗത്തേക്ക് പോകുന്നതുകൊണ്ട്. സോ ഇങ്ങനെ അതൊക്കെയാണ് പീക്ക് സീസൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ സന്ദർശകർ, യാത്രക്കാർ വരുന്ന സമയത്തിനെയാണ് എന്തെന്ന് പറയുക, പീക്ക് സീസൺ എന്ന് പറയാം. അതേപോലെ ഓഫ് സീസൺ എന്ന് പറയാറുണ്ട്. ഓഫ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആളുകൾ വരാത്ത സമയം. പിന്നെ അതുപോലെ യാത്രയുമായി ബന്ധപ്പെട്ട ചില വേർഡ്സാണ് ഇപ്പോൾ ബാക്ക് പാക്കിംഗ്. ബാക്ക് പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബാക്ക് പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി നമ്മൾ വളരെ കുറഞ്ഞ ലഗേജുമായിട്ട് ഒരു ട്രിപ്പ് പോകുന്നതിനാണ്. അതായത് വലിയ മുന്നൊരുക്കങ്ങളൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു ബാഗും പുറത്തിട്ടിട്ട് പോകുക എന്ന് പറയില്ലേ, അതിനാണ് ബാക്ക് പാക്കിംഗ് എന്ന് പറയുക. അധികം ലഗേജ് ഇല്ല, ഒരു ബജറ്റ് ഫ്രണ്ട്ലി ട്രാവലിംഗ് ഒക്കെ ആണ് ബാക്ക് പാക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യമുള്ള സാധനങ്ങൾ ഒരു ബാഗിൽ നിറച്ച് അതും പുറത്തിട്ടിട്ട് യാത്ര പോവാം, അതിനാണ് ബാക്ക് പാക്കിംഗ് എന്ന് പറയാം. പിന്നെ ക്യാമ്പിംഗ് എന്ന് പറയാറുണ്ട്. ക്യാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെറിയ ടെൻ്റ് അടിച്ചിട്ട് അതുപോലെയൊക്കെ നമ്മൾ പുറത്ത് താമസിക്കുന്നതിനാണ് ക്യാമ്പിംഗ് എന്ന് പറയുക. കൂട്ടം കൂടിയിട്ട് എല്ലാവരും ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ബീച്ചിൽ അതുപോലെയുള്ള പ്ലേസുകളിലൊക്കെ ടെമ്പററി ടെൻറ്റുകളൊക്കെ അടിച്ചിട്ട് അതിൽ താമസിക്കുന്നതിനാണ് എന്തെന്ന് പറയാം, ക്യാമ്പ് ചെയ്യുക എന്ന് പറയാം, ക്യാമ്പിങ്. പിന്നെ അതുപോലെ സാധാരണ ഇപ്പോൾ ഈ ക്രൂസ് എന്ന് പറയും. ക്രൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷിപ്പിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി യാത്ര ചെയ്യുന്നതിനാണ് ക്രൂസ് ചെയ്യുക എന്ന് പറയുക. അതേപോലെ സെയിൽ ചെയ്യുക എന്നും പറയും. സെയിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു യോട്ടിലോ അല്ലെങ്കിൽ ചെറിയ ഷിപ്പുകളിലൊക്കെ വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്നതിനാണ് സെയിൽ എന്ന് പറയുക. SAIL ആണ് സെയിൽ എന്ന് പറയുക, അല്ലെങ്കിൽ ക്രൂസ് എന്നൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മറ്റൊരു വേർഡാണ് ഫുട്ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ആളുകൾ വരുന്നതിൻ്റെ ഒരു കൗണ്ടാണ്, ഒരു എണ്ണത്തിനാണ് ഫുട്ഫോൾ എന്ന് പറയുക. ദ മോൾ ഹാസ് ഹൈ ഫുട്ഫോൾ. ആ മോളിൽ നല്ല ഫുട്ഫോൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ധാരാളം ആളുകൾ വരാറുണ്ട് എന്നർത്ഥം. സോ ചില പ്ലേസസിൽ നല്ല ഫുട്ഫോൾ ആയിരിക്കും, ചില പ്ലേസസിൽ കമ്പാരിറ്റീവ്ലി ഫുട്ഫോൾ കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ടേമൊക്കെ നമ്മൾ ഇപ്പം യാത്രയെ പറ്റി പറയുമ്പോൾ നല്ല ഫുട്ഫോൾ ഉള്ള ഏരിയ ആണ് എന്നൊക്കെ പറയും. സോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടെ ധാരാളം ആളുകൾ വരുന്നുണ്ട് എന്നാണ്. പിന്നെ ഹെറിറ്റേജ് സൈറ്റ്സ് എന്ന് പറയും. ഹെറിറ്റേജ് സൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ ഈ പാരമ്പര്യം, ചരിത്രപരമായ പാരമ്പര്യമുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ കൾച്ചറുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെയാണ് ഹെറിറ്റേജ് പ്ലേസസ് എന്ന് പറയാം. ഇപ്പോൾ കൊട്ടാരങ്ങൾ, കോട്ടകൾ, ഇതൊക്കെ ഹെറിറ്റേജ് പ്ലേസസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഹെറിറ്റേജ് പ്ലേസസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചപ്പോൾ ദ ഫോർട്ട് ഈസ് എ ഹെറിറ്റേജ് പ്ലേസ്, അല്ലെങ്കിൽ ദിസ് ബിൽഡിംഗ് ഈസ് എ ഹെറിറ്റേജ് ബിൽഡിംഗ്. ഹെറിറ്റേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ചരിത്രവും സംസ്കാരവുമായൊക്കെ ബന്ധപ്പെട്ട പിന്നെ സ്ഥാപനങ്ങളെയും കെട്ടിടങ്ങളെയൊക്കെയാണ് ഹെറിറ്റേജ് സൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ സഫാരി എന്ന് പറഞ്ഞാൽ എന്താ? സഫാരി എന്ന് പറയുന്നത് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വേർഡാണ്. സഫാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അപ്പം നമ്മൾ കാട്ടിലൂടെ മൃഗങ്ങളെയൊക്കെ നേരിട്ട് കണ്ട് യാത്ര ചെയ്യുന്നതിനാണ് സഫാരി എന്ന് പറയുക. അതായത് വനത്തിൻ്റെ ഉള്ളിലൂടെയൊക്കെ വന്യജീവികളൊക്കെ നേരിട്ട് കണ്ടപ്പോൾ ചിലത് ഓപ്പൺ പിന്നെ ബസ്സോ അല്ലെങ്കിൽ ഓപ്പൺ ചെറിയ കാരിയേജുകളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിലിരുന്ന് ചിലപ്പോൾ ആനയൊക്കെ നമ്മുടെ അടുത്ത് വന്ന് നമുക്ക് തൊടാനൊക്കെ പറ്റും. അങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നതിനാണെന്ന് പറയുക സഫാരി. വി വെൻറ്റ് ഫോർ എ സഫാരി ടു ദ ഫോറസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ യാത്രയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ അഫോർഡബിൾ പാക്കേജസ്. അഫോർഡബിൾ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാവുന്ന, നമ്മുടെ പോക്കറ്റിന് ഒതുങ്ങുന്ന എന്നൊക്കെ പറയില്ലേ, അതാണ് അഫോർഡബിൾ എന്ന് പറയുക. പിന്നെ ഇപ്പോൾ ചില പാക്കേജസ് ഉണ്ടായിരിക്കും ഓൾ ഇൻക്ലൂസീവ് പാക്കേജസ്. ഓൾ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എല്ലാം അടങ്ങുന്ന എന്ന് വെച്ചാൽ താമസം, ഭക്ഷണം, യാത്ര, പിന്നെ എൻട്രി ടിക്കറ്റ്സ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി അടങ്ങുന്ന പാക്കേജിനാണ് എന്ത് പറയുക, ഓൾ ഇൻക്ലൂസീവ് പാക്കേജസ് എന്ന് പറയാം. പിന്നെ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയാനുണ്ട്. ബക്കറ്റ് ലിസ്റ്റ്, ദാറ്റ് പ്ലേസ് ഇസ് ഇൻ മൈ ബക്കറ്റ് ലിസ്റ്റ്, കശ്മീർ ഈസ് ഇൻ മൈ ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ പറയുന്നത്. ഈ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ്,
അത് ഇപ്പം യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ബക്കറ്റ് ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റ്. അങ്ങനെ നമ്മൾ ഒരു പ്രീ പ്ലാൻഡ് ആക്കി വെക്കുന്നതിന് അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിച്ച് നമ്മൾ മനസ്സിൽ കണ്ടുവെക്കുന്നതിനാണ് എന്തെന്ന് പറയുക, ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുക. സോ മൂന്നാർ ഈസ് ഇൻ മൈ ബക്കറ്റ് ലിസ്റ്റ്. മൂന്നാർ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ മൂന്നാർ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണെന്ന് അർത്ഥം. പിന്നെ സോഴ്സ്, ഡെസ്റ്റിനേഷൻ, ഇതൊക്കെ യാത്രയുമായി ബന്ധപ്പെട്ട വേർഡ്സാണ്. സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാത്ര പുറപ്പെടുന്ന സ്ഥലം, സോഴ്സ് സിറ്റി. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യസ്ഥലം, നമുക്ക് പോകാനുള്ള സ്ഥലം. ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ടിക്കറ്റ്സിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും, സോഴ്സ്, ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഡൈൻ ഇൻ, ടേക്ക് അവേ, ടേക്ക് ഹോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ യാത്രയിൽ നമുക്ക് ആവശ്യം വരും. ഡൈൻ ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൈനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനിങ് അല്ല, ഡൈനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ അവിടെ ഇരുന്ന് കഴിക്കുന്നതിനാണ്. പിന്നെ ടേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാർസൽ വാങ്ങി പോകുന്നതിനാണ്. അതുപോലെ ഗെറ്റ് ഓൺ, ഗെറ്റ് ഓഫ് എന്നൊക്കെ പറയും. ഇപ്പോൾ ഗെറ്റ് ഓൺ എ ട്രെയിൻ, ഗെറ്റ് ഓൺ എ ബസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൽ കയറുക അല്ലെങ്കിൽ ട്രെയിനിൽ കയറുക എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നതാണ് ഗെറ്റ് ഓൺ. ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ നിന്ന് ഇറങ്ങുക. വി ഗോട്ട് ഓഫ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എന്നൊക്കെ പറയുന്നതാണ് ഗോട്ട് ഓഫ്, ഗോട്ട് ഓൺ അല്ലെങ്കിൽ ഗെറ്റ് ഓഫ്, ഗെറ്റ് ഓൺ എന്നൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ പിക്കപ്പ്, ഡ്രോപ്പ് ഓഫ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. പിന്നെ ക്യാൻ യു ജസ്റ്റ് പിക്ക് മീ അപ്പ് ഫ്രം ദ എയർപോർട്ട്, ക്യാൻ യു പിക്ക് മീ അപ്പ് ഫ്രം ദി എയർപോർട്ട്, എന്നെ എയർപോർട്ടിൽ നിന്നൊന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്താ, എന്നെ അവിടെ വന്ന് എടുക്കാൻ പറ്റുമെന്നാണ്. അല്ലെങ്കിൽ ക്യാൻ യു ഡ്രോപ്പ് മീ അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ, ക്യാൻ യു ഡ്രോപ്പ് മീ ഓഫ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ, എന്നെ റെയിൽവേ സ്റ്റേഷനിലൊന്ന് ഡ്രോപ്പ് ഓഫ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ എന്നെ അവിടെ കൊണ്ട് ഇറക്കി തരാമോ എന്നൊക്കെയുള്ളതാണ്. സോ അത്തരം വേർഡ്സൊക്കെ നമ്മൾ യാത്രയുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഹെഡ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹെഡ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം ലക്ഷ്യമാക്കി പോകുന്നതിനാണ് ഹെഡ് ഫോർ എന്ന്. ഇപ്പം ആഫ്റ്റർ ലഞ്ച് വി ഹെഡഡ് ഫോർ ബീച്ച്. ആഫ്റ്റർ ലഞ്ചിന് ശേഷം വി ഹെഡഡ് ഫോർ ബീച്ച്, ഞങ്ങൾ ബീച്ച് ലക്ഷ്യമാക്കി പോയി, അതാണ് ഹെഡഡ് ഫോർ ബീച്ച് എന്ന് പറയുന്നത്. സോ ഇതുപോലെ എക്സാമ്പിൾ സെൻറ്റൻസസ് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് യൂസേജ് എന്താണെന്ന് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3 or 4 എക്സാമ്പിൾസ് ഈ ഓരോ വേർഡിൻ്റെ മീനിങ് കൊടുത്തതിന് ശേഷം നോട്ട്സിൽ ഉണ്ടായിരിക്കും. സ്റ്റോപ്പ് ഓവർ എന്ന് പറയാറുണ്ട്. സ്റ്റോപ്പ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റോപ്പ് ഓവർ എന്ന് പറഞ്ഞാൽ ഒരു യാത്രയുടെ ഇടയിൽ വരുന്ന ഒരു ചെറിയ ബ്രേക്ക്. അതായത് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഫ്ലൈറ്റിന് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ അവിടെ നിന്നുള്ള എയർപോർട്ടിൽ കയറി വേറൊരു എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടെ പിന്നെ ഒരു 8 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ 5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്, അതിന് ശേഷമാണ് അവിടെ നിന്നുള്ള ഫ്ലൈറ്റ് എന്നൊക്കെ പറയില്ലേ. സോ ആ ഒരു വെയിറ്റിംഗ് പീരീഡിനാണ് എന്തെന്ന് പറയുക? സ്റ്റോപ്പ് ഓവർ എന്ന് പറയുക. സോ ഐ ഹാവ് എ സ്റ്റോപ്പ് ഓവർ അറ്റ് ദുബായ്. ഐ എം ഗോയിങ് ടു UK ബട്ട് ഐ ഹാവ് എ സ്റ്റോപ്പ് ഓവർ അറ്റ് ദുബായ്. എനിക്ക് ദുബായിൽ ഒരു സ്റ്റോപ്പ് ഓവർ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് സമയം വെയിറ്റിംഗ് ഉണ്ട്. പിന്നെ മറ്റൊരു വേർഡാണ് ജെറ്റ് ലാഗ്. എന്താ ജെറ്റ് ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജെറ്റ് ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ യാത്രാക്ഷീണം എന്ന് പറയില്ലേ. ഇപ്പം നമ്മൾ ലോങ് ഫ്ലൈറ്റൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷീണം ഉണ്ടായി. സംഭവം നമ്മളൊന്നും ചെയ്തിട്ടല്ല, നമ്മൾ ഫ്ലൈറ്റിൽ അങ്ങനെ വെറുതെ ഇരിക്കുകയായിരിക്കും. എന്നാലും നമുക്ക് അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടായിരിക്കില്ലേ, യാത്രയുടെ ആ ഒരു ഹാങ് ഓവർ, അതിനാണ് എന്തെന്ന് പറയാം? ജെറ്റ് ലാഗ് എന്ന് പറയാം. സോ ഇങ്ങനെ ഓൾ ദീസ് ആർ സം വേർഡ്സ് ആൻഡ് ഫ്രേസസ് വിച്ച് ഈസ് കണക്റ്റഡ് ടു ട്രാവലിംഗ്. So we can call this travel vocabulary, and there are so many other words as well. We cannot explain everything in the class. So when you start using these kind of words, newer words will come in front of you. Just start to learn it. Okay. So അങ്ങനെ നമ്മൾ പഠിച്ചു പോകാം. ഇത് ജസ്റ്റ് ഒരു കുറച്ച് വേർഡ്സിൻ്റെ ഒരു കളക്ഷൻ തന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ നോട്ട്സിൽ എക്സ്പ്ലെയിൻഡ് ആണ്. ഇനി ഇതിൻ്റെ പാർട്ട് 2 വരും. പാർട്ട് 2 നമ്മൾ കോൺവെർസേഷണൽ ഇംഗ്ലീഷാണ് നമ്മൾ എവിടെ പഠിക്കുക? ഇതിൻ്റെ പാർട്ട് 2 ഒരു ട്രാവലിംഗ് സമയത്ത് നമുക്ക് ആവശ്യം വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും, അതെങ്ങനെയാണ് ചോദിക്കുക, ഇതെങ്ങനെയാണ് ചോദിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും